ഒറിജിനൽ മൈലാഞ്ചി ഇടാൻ കൊതിയായിട്ട് കുറേ ദിവസം കൊണ്ട് വയായിരുന്നു. പക്ഷെ നമ്മളിവിടെ എങ്ങും മൈലാഞ്ചി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒറിജിനൽ മൈലാഞ്ചി പറിച്ചിട്ട് വന്ന് അമ്മിക്കല്ലിൽ വെച്ച് പാടുപെട്ട് അരച്ച് അങ്ങനെ ഇട്ട്. പണ്ട് നമ്മളിങ്ങനെയാണ്, ഇതിനെയാണ് തൊപ്പിക്കൈ എന്ന് പറയുന്നത്. ചേട്ടൻ കേട്ടിട്ടുണ്ടോ ഏട്ടാ? ഇങ്ങനെയാണ് തൊപ്പിക്കൈ വെക്കണം. പക്ഷേ ഡിസൈനൊക്കെ എൻ്റെ സ്വയം ഡിസൈനാണ്. കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്ക്. ഇനി നമുക്കിത് ചുമക്കുമോ എന്ന് നോക്കാം കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് നീ ഒറിജിനൽ മൈലാഞ്ചിയെക്കുറിച്ച് അറിഞ്ഞുകൂടെയിരിക്കും അല്ലേ ഏട്ടാ? അവരൊന്നും കണ്ടിട്ട് പോലും കാണൂല പാവം ഏല. പക്ഷെ കുറേ പാട് കേട്ടോ. അമ്മിക്കല്ലൊന്നും ഇവിടെ പഴയ അമ്മിക്കല്ലേ ഉണ്ടായിരുന്നു. അതിനകത്തിട്ട് കഴുകി നല്ലോണം അരച്ച്, നല്ലോണം അരഞ്ഞില്ലെന്ന് തോന്നണം കേട്ടോ ഏട്ടാ. നോക്ക്, പണ്ട് ഞാനേ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നേ ചേട്ടാ, രേഖയും അവരാണ് എനിക്ക് മൈലാഞ്ചി അരച്ച് തരണം. നമ്മൾ 3 പേരും കൂടെയാണ് ഇടണം. ബാക്കി കുറച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് നാളെ തലയിൽ തേക്കാം, ഹെന്ന അടിക്കാം അല്ലേ ചേട്ടാ? എങ്ങനെ ഉണ്ടെന്ന് നോക്ക് കേട്ടോ. എൻ്റെ മൈലാഞ്ചി ചേട്ടൻ കണ്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ ഒറിജിനൽ മൈലാഞ്ചി ഇട്ടയോ എൻ്റെ മൂക്കിലായി.